ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് എനർജി എന്താണ് എന്നുള്ളത്. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ. Three of Cups, Two of Wands, High Priestess, third party situation, Two of Cups, തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഡെവിൽ, Four of Wands, Four of Swords, Three of Swords, Queen of Swords, Seven of Pentacles, അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കൂടി അവരുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് ഈ ഒരു റീഡിങ്ങിൽ കയറി വരുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് ഓരോ റീഡിങ്ങും. അപ്പം നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ഇവരുടെ ഈ ഒരു സ്റ്റോറി പറയാനായിട്ട് പറ്റും. ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് കാർഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. തുടക്ക സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി വളരെ ഹാപ്പി ആയിരുന്നു. അവർ ലൈഫിൽ അത്രയധികം സന്തോഷിച്ചിരുന്ന നാളുകളായിരുന്നു തുടക്ക സമയത്ത് ഉണ്ടായിരുന്നത്. ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ സ്റ്റിൽ ഒരു ഓപ്ഷനായി ഈ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് സെക്കൻഡ് കാർഡ് സൂചിപ്പിക്കുന്നത്. അന്ന് ഈ വ്യക്തി രണ്ട് വഴികൾക്കിടയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നുള്ള വ്യക്തിയെ മാറ്റി നിർത്തി തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തി ചൂസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. അതായത് നിങ്ങളെന്നുള്ള വ്യക്തി എന്നുള്ള ഒരു ഓപ്ഷനെ മാറ്റി നിർത്തി തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തി ചൂസ് ചെയ്തതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത്രയും കാലം നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന ആ ഒരു വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാതെ വളരെയധികം സൈലൻ്റായി മാറിപ്പോയിട്ടും ഉണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് കാണുന്നത് തേർഡ് പാർട്ടിയോടും നിങ്ങളോടും മുഴുവൻ സത്യങ്ങളും പറയാതെ സൈലൻ്റായി തുടരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. തുടർന്ന ഒരു വ്യക്തിയുടെ എനർജി പാസ്റ്റ് ആണ് കേട്ടോ.
തുടർന്ന് ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അതായത് തേർഡ് പാർട്ടിയും ഉണ്ട്, നിങ്ങളെന്നുള്ള വ്യക്തിയുമുണ്ട്. അപ്പം 2 ഓപ്ഷനുകളെ ഈ ഒരു വ്യക്തിക്ക് മാറ്റി നിർത്താനാകാതെ 2 ഓപ്ഷനുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് പാസ്റ്റിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ ചോദ്യങ്ങൾക്ക് മുഴുവനായിട്ട് ആൻസർ പറയുന്നുണ്ടാവില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും മറുപടി പറയാതെ 2 വ്യക്തികൾക്കിടയിൽ സൈലൻ്റായി തുടർന്ന് മുന്നോട്ട് പോയിട്ടും ഉണ്ടാകാം. അതാണ് കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കാർമിക് സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ, 2 ഓഫ് കപ്സ് ആൻഡ് ഡെവിലാണ് വന്നിരിക്കുന്നത്. അവർ തമ്മിൽ അത്രയും ഒരു സോൾ കണക്ഷൻ ഉണ്ടെങ്കിൽ കൂടി ആ ഒരു സ്നേഹം പതിയെ ഒരു ടോക്സിക് ലെവലിലേക്ക് മാറിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് അതൊരു സോൾ കണക്ഷനെ കാണിക്കുന്ന ഒരു കാർഡാണ്. ആദ്യമേ അവരുടെ ഞാൻ റിലേഷൻഷിപ്പ് പറഞ്ഞിരുന്നു, വളരെയധികം ഹാപ്പി ആയിരുന്നു, അവർക്ക് ഒരേ സോള് പോലെ അവർക്ക് ഫീൽ ചെയ്തു, അതുപോലുള്ള ഒരു ഫീലായിരുന്നു ആ ഒരു വ്യക്തിക്ക്. അപ്പം തുടക്ക സമയത്ത് ഇവർ ഈ 2 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണെങ്കിൽ പതിയെ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ലെവലിലേക്ക് മാറിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ തമ്മിലുള്ള അട്രാക്ഷൻ ഒബ്സഷനായി മാറി, അതുപോലെ അറ്റാച്ച്മെൻറ്റ് കൺട്രോളായി മാറി. ആ ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ ഡിപ്പെൻഡൻസി ടോക്സിക് ലെവലിലേക്ക് മാറിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ തമ്മിലുള്ള സ്നേഹം ഒരു ബന്ധനമായി മാറിയ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. കണ്ടില്ലേ, 4 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിളായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അതായത് ഫ്യൂച്ചർ സെക്യൂർ ആണ്, ഇതുപോലെ തന്നെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ റിയാലിറ്റി എന്തെന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്ട്രെസ്സാണ് ഈ ഒരു വ്യക്തിക്ക് സമ്മാനിച്ചത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മതിയായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പൊ കുറച്ച് മനസമാധാനം തേടുന്ന ഫേസാണ്. കണ്ടില്ലേ, ഈ ഒരു വ്യക്തി അവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി ഒരു ആക്ഷനും എടുക്കാതെ ഒരു സ്റ്റക്ക് എനർജിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. ഈ ഒരു വ്യക്തി അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ 3 വാളുകളും ആ ഒരു വ്യക്തിയുടെ ദേഹത്ത് കുത്തിക്കയറും. അത് സൂചിപ്പിക്കുന്നത് തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. ആ ഒരു വ്യക്തി അവിടെ നിന്ന് അനങ്ങണമെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി പറയണം. ആ ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സ് വളരെയധികം അസ്വസ്ഥമാണ് ഈ ഒരു വ്യക്തിയുടെ എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഒരുപാട് ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. ഈ ഒരു വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യം എങ്ങനെയും ഒന്ന് കെട്ടടങ്ങിയിരുന്നെങ്കിൽ, എങ്ങനെയും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തിക്ക് തീരെ മതിയായിട്ടുള്ള ഒരു അവസ്ഥയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു വ്യക്തി നിങ്ങളെന്നുള്ള ഓപ്ഷനെ മാറ്റി നിർത്തിയിട്ടായിരിക്കുമല്ലോ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നത്. അപ്പം കടന്നപ്പം ആ ഒരു വ്യക്തിയുടെ എക്സ്പെക്റ്റേഷൻ എല്ലാം തെറ്റായിരുന്നു, ഇതൊരു ബന്ധനമായിരുന്നു എന്നുള്ള ആ ഒരു റിയാലിറ്റി ആ ഒരു വ്യക്തി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു വേദനയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്. തേർഡ് പാർട്ടി ഈ വ്യക്തിയെ മാനസികമായി ടോർച്ചർ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇമോഷണലി വളരെയധികം ടയേർഡാണ് എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ആരോടും പറയാത്ത ഒരു ഹൃദയവേദന ഉള്ളതായിട്ട് കാണുന്നു. അവർ ടോട്ടലി ടയേർഡാണ്. അവർക്ക് തീരെ എനർജി ഇല്ല, ലോ എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളതാണ് കാണുന്നത്. 3 വാളുകൾ ഹൃദയത്തിൽ കുത്തിയിറക്കിയാൽ എത്ര വേദനയുണ്ടാവും, അത്രയും ഒരു ഹാർട്ട് പെയിൻ ആണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുമ്പോൾ തേർഡ് പാർട്ടി വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. കണ്ടോ, അവർ നിങ്ങളുടെ വ്യക്തിയെ അനുസരിപ്പിക്കുന്ന ഒരു എനർജിയിലാണ്. അവർ ഒരു സിംഗിൾ എനർജിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. മേ ബി ഈ ഒരു വ്യക്തി ഒരു സിംഗിൾ പാരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വിഡോ ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നു. അപ്പം അവരുടെ ലൈഫിൽ കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഉള്ള ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പാസ്റ്റിൽ അവർക്ക് ഒരുപാട് ട്രോമയുള്ള ഒരു വ്യക്തിയായിരിക്കാം. മേ ബി അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പം അതിൻ്റെ ബേസിലായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് ഈ ഒരു പേഴ്സൺ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.
തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ചില ചട്ടങ്ങളൊക്കെ ഈ തേർഡ് പാർട്ടിക്ക് ഉണ്ടായിരിക്കാം. അതെല്ലാം മറ്റുള്ളവരെ അനുസരിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ അനുസരിപ്പിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി പോയത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയത് ഫ്രീഡം ആഗ്രഹിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ബോണ്ടിൻ്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അട്രാക്ഷൻ്റെ ബേസിലായിരിക്കാം. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു വ്യക്തിക്ക് എല്ലാം മനസ്സിലായത്. തേർഡ് പാർട്ടി വിചാരിച്ചതുപോലെയൊന്നും അല്ലായിരുന്നു എന്നുള്ള കാര്യം ആ ഒരു വ്യക്തിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഇവിടെ നിലവിലത്തെ സാഹചര്യം നമ്മൾക്ക് നോക്കുമ്പോൾ 7 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടോ. അതായത് അവരുടെ റിലേഷൻഷിപ്പിൽ യാതൊരു ഗ്രോത്തും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്, കേട്ടോ. ഒരുപാട് എഫേർട്സ് ഇട്ട് ഈ ഒരു പേഴ്സണെ വരച്ച വരയിൽ നിർത്താനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നോക്കൂ, ഇവിടെ തേർഡ് പാർട്ടിയുടെ എഫേർട്സിനെല്ലാം ഒരു ഫലമില്ലാത്തതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. തേർഡ് പാർട്ടി എത്ര എഫേർട്സ് ഇടുന്നു അതിന് ഒരു റിസൾട്ടും ഇല്ലാത്തതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം നിലവിൽ അവരുടെ റിലേഷൻഷിപ്പിൽ യാതൊരു ഗ്രോത്തും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, തേർഡ് പാർട്ടിയുടെ കുതന്ത്രങ്ങൾ ഒന്നും തന്നെ നടക്കാത്ത ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ തന്ത്രങ്ങൾ ഒന്നും തന്നെ നടക്കാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. തേർഡ് പാർട്ടി ഒരുപാട് എഫേർട്സ് ഇടുന്നു, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വഴങ്ങി കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ. പക്ഷെ അവർ നിസ്സഹായനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്, കേട്ടോ. ആ ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് കാര്യങ്ങളെല്ലാം. പക്ഷേ തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വ്യക്തി അംഗീകരിച്ചു കൊടുക്കുന്നും ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഇത് എത്ര പേർക്ക് റെസണേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക. ഇനിയും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയം എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, അവർ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത്? ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനോ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനോ ഒന്നും ഇപ്പോൾ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ വരും. വളരെ സ്ലോ എനർജിയാണ്, പക്ഷെ വരുന്നത് ഒരു മാരേജ് പോലത്തെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റക്കാണ് എന്നുള്ളതാണ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. അപ്പം ആ ഒരു വ്യക്തി വരും, കുറച്ച് സമയം ആവശ്യമാണ് എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി ട്രാപ്ഡായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പോലും കഴിയത്തില്ല. തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സ്റ്റക്കായി തുടരുന്നത്. വൈകാതെ ഈ ഒരു വ്യക്തി ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി നേരത്തെ തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ആ ഒരു വ്യക്തിയെ ഇമോഷണലി ആർക്കും സ്വാധീനിക്കാനായിട്ട് കഴിയുകയില്ല. കാരണം ആ ഒരു വ്യക്തി അത്രയും സ്ട്രോങ് ആയി മാറിയിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു വ്യക്തി ലോജിക്കലിയാണ് ഒരു തീരുമാനമെടുക്കുന്നതും ചിന്തിക്കുന്നതും. അപ്പം എങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പം ആ ഒരു വ്യക്തി ലോജിക്കലിയാണ് ഓരോ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി വളരെയധികം കുറ്റബോധം ആ ഒരു വ്യക്തിക്ക് നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളോട് ചെയ്തതിൻ്റെ തെറ്റാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തത് എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ നിങ്ങൾക്ക് വൈകാതെ പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ
വളരെയധികം ബുദ്ധിപൂർവ്വമാണ് ഓരോ നീക്കങ്ങളും നടത്തുന്നത് എന്നുള്ളതാണ് കാണുന്നത്. പെട്ടെന്നൊരു ആക്ഷനിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തന്നെ പാളിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളോട് ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നൊരു കോണ്ടാക്റ്റ് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതാണ് കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കണം എന്ന് പറയാനായിരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെയധികം സ്റ്റക്ക് ആണെങ്കിൽ കൂടി, ആ ഒരു വ്യക്തി അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ട്രാപ്പായി നിൽക്കുകയാണെങ്കിൽ കൂടി, ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇൻറ്റൻഷൻ എല്ലാം മനസ്സിലായിരിക്കുന്നു. നിങ്ങളാണ് എന്തുകൊണ്ടും ബെറ്റർ എന്നുള്ള ഓപ്ഷൻ മനസ്സിലായിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചെയ്ത മിസ്റ്റേക്കുകളെല്ലാം തന്നെ ഈ ഒരു സമയം ഓർക്കുന്നു. അപ്പം നിങ്ങളിലേക്ക് എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും 9 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു സിറ്റുവേഷനാണ്. കാരണം ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ വേദനിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. നമുക്ക് അതിൻ്റെ താഴെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എന്തായാലും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നമുക്ക് നോക്കാം. ആലപ്പുഴ, നമ്പർ 44, ജൂലൈ, നമ്പർ 40, 33, നമ്പർ 5, 19, ലെറ്റർ T, മൂവീസ്, 1976, യെല്ലോ കളർ, 1980, ലെറ്റർ N, നവംബർ മന്ത്, ലെറ്റർ G, പൂയം നക്ഷത്രം, ഫെബ്രുവരി, ഫോട്ടോഗ്രാഫി, ആയില്യം, 24, കാസർഗോഡ്, 37, ലെറ്റർ F, ലെറ്റർ O, 1963, തൃശ്ശൂർ, 42, ഓറഞ്ച് കളർ, ഭരണി നക്ഷത്രം, ലെറ്റർ Y, നമ്പർ 4, 54, ഡിസംബർ 2006, 1966, 55, 63, 28, അനിഴം നക്ഷത്രം, 1990. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്.